അങ്ങനെ ട്രംപിന്റെ കിളി പോയി. പറയാൻ ലഡാറെന്ന് പറഞ്ഞ $300 ലക്ഷം. അത് എത്ര ഉറുപ്പ്യ ഉണ്ടാകുന്ന നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. കാരണം മൊബൈൽ എടുത്ത് കണക്കൂട്ടിക്കാൻ കിട്ടൂല മക്കളെ. അത്രയും കോടി ഉറുപ്പ്യൻ്റെ ഒരു ലഡാർ സിസ്റ്റം. എന്നുവെച്ചാൽ മിസൈൽ വന്നാൽ ഇപ്പം ഇറാനിൽ നിന്ന് ഒരു മിസൈൽ തൊടുത്ത് വിട്ടാൽ 1 മിനിറ്റിനുള്ളിൽ എവിടുന്ന് വിട്ടാലും ഇറാനിൽ പുറപ്പെട്ടാൽ ഈ സാധനം അറിയും. അങ്ങനത്തെ സംവിധാനത്തെയാണ് ഇറാന് പുഷ്പം പോലെ എന്താ ചെറിയൊരു പൈസ കൊണ്ട് ചെറിയൊരു മിസൈൽ ഇട്ടിങ്ങനെ തബിട്ട് പൊടാക്കിയത്. മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയും, ഈ അമേരിക്ക തന്നെ കിളി പോവുകയാണ്. ഓരോ നിമിഷം കൂടുന്ന സമയത്തും കിളി പോവുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ കിളി പോവുക. ലോകരാജ്യങ്ങൾ തെറിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ അറിയോ, 2 ദിവസം കൊണ്ട് നമുക്ക് യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് അമേരിക്ക വിചാരിച്ചാൽ ചുരുട്ടി ഇറാൻ ചുരുട്ടി കൂട്ടി കീശലാക്കി ഞാൻ എണ്ണയും കട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ ടീമിന് സംഭവിക്കാൻ എന്താ അറിയോ, ലക്ഷം കോടികളാണ് നഷ്ടം വരുന്നത്. കാരണം ഈ പോവുകയാണെങ്കിൽ അധിക കാലം ഒന്നും പറയാനല്ല, ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. ശരിക്കും ട്രംപാളികൾ പൂതി മാറിക്കും. ഇപ്പം ട്രംപാളിയൻ പറഞ്ഞുകൊണ്ട് കേൾക്കാൻ എന്താ അറിയോ, ഇന്ന് കുറച്ചും പ്രസ്താവന ഒന്നെന്താ അറിയോ, ഇറാൻ ഇന്ന് ഞങ്ങൾ തീർക്കും. അത് നമ്മൾ ലോകരാജ്യങ്ങൾ പറയുന്ന വാർത്ത എന്താ അറിയോ, നിങ്ങൾ തീരാണ്ട് നോക്കി ഓരോ കറയായി നിങ്ങൾ തീർക്കുന്നത്. അങ്ങനെ കുറേ കാലമായി ഓരോ തീർക്കുന്നത്. പല സംവിധാനം മനസ്സിലാക്കാൻ എന്താ അറിയോ, ഇറാനിലേക്ക് പല വിധത്തിലുള്ള മിസൈലുകൾ അയച്ചിട്ടും എന്തായാലും കുറഞ്ഞ മിസൈലുകളൊക്കെ ഇറാനിൽ പോയി പതിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അതിനേക്കാട് ഒരു 100 എണ്ണം കൂടി വിടുന്ന സമയത്ത് 1, 2, 3 ഒക്കെ ഇറാനിൽ പതിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇറാൻ ചെയ്യുന്നുണ്ട് അറിയോ, തകർത്ത് തരിപ്പിടമാക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലാക്കുന്ന എന്താ അറിയോ, ഇനിയിപ്പോൾ ചെയ്തുകൊണ്ട് ഗൾഫ് രാജ്യത്തിലേക്ക് ഇനി ഞങ്ങൾ മിസൈൽ അയക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപാളിയൻ പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ തോറ്റ് അല്ല, അതങ്ങനല്ല ട്രംപ്, അതങ്ങനല്ല. നിങ്ങളെ ബുദ്ധിയും നിങ്ങളെ കൗശലങ്ങളൊക്കെ ഗൾഫ് മേഖല എല്ലാ രാജ്യത്തും മനസ്സിലായിട്ടുണ്ട്. ഓരോ ഇറാനും ഒത്തു കളിച്ചതാണ്. ഓർക്കറിയാം നിങ്ങൾ ഇന്നത്തെ വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരാണ് വിചാരിച്ചത്. ഓരൊക്കെ രാജ്യത്തിലെ ആൾക്കാർ പൊട്ടന്മാരാണ് വിചാരിച്ചോ. ഏതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ അറിയോ, ഇറാനെ സംബന്ധിച്ചോളം ഗൾഫ് രാജ്യങ്ങൾ അടിക്കില്ല. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ നോക്കുകയാണ് ഇസ്രായേലിലേക്ക് പോവാം. ഇസ്രായേലിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇറാൻ ഒരു മിസൈൽ ഇടുന്ന സമയത്ത് 10-15 ലഡാറുകൾ കടന്നിട്ടാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ പോകുന്നത്. ഈ ലഡാറുകളൊക്കെ എല്ലാ സംവിധാനത്തെയും മറികടന്നുകൊണ്ടാണ് ഇറാന്റെ മിസൈൽ എവിടേക്ക് പോകുന്നത്, ഇസ്രായേലിലേക്ക് പോകുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളാണ് പോകുന്നത്. ഇപ്പം ഇറാൻ ചെയ്തുകൊണ്ടൊരു കാര്യം എന്താ അറിഞ്ഞു, ഇത്രയും കാലം ഇറാൻ ചെയ്ത പരിപാടി ചെറിയ മിസൈലുകൾ, വളരെ തുച്ഛമായ വിലക്കുള്ള മിസൈലുകൾ ദിവസം 10,000, 2,000, 3,000 മിസൈൽ ഇങ്ങനെ അയച്ചുകൊണ്ടേ നിൽക്കുക. ഓർക്കറിയാം അത് ഇസ്രായേലിലേക്ക് എത്തില്ല എന്നറിയാം. എന്നിട്ട് പോലും അയച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിചാരിച്ച പൊട്ടന്മാരായിട്ടാണ്. അല്ല, ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരായുധത്തിന് എന്താ അറിയോ അടി നശിപ്പിച്ച് കളയുക. എന്നിട്ടുണ്ട് ഇടയ്ക്കെടുക്കുന്ന ഇറാൻ ഓരോ ദിവസം ഒരു 100-150 എണ്ണോ ലോക്കൽ സാധനം വിടുന്ന സമയത്ത് അതിലെടുക്ക് നല്ലൊരു പടക്കം വിട്ടെടുക്കും. അത് നേരെ പോയി വെക്കുകയും ചെയ്യും. ആ രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോകണം. ഇനിയുള്ള മുമ്പ് ദിവസങ്ങളിൽ അതിശക്തമായിട്ട് എന്താ പറയുക, ഗൾഫ് രാജ്യങ്ങൾ ഒഴിവായത് കൊണ്ട് തന്നെ ശരിക്കും പറയാം ഇസ്രായേൽ നഗരങ്ങളിലേക്കും വ്യക്തമായി പറയും ഇസ്രായേൽ നഗരങ്ങളിലേക്കും ഇസ്രായേൽ എന്ന രാജ്യത്തിലെ എല്ലാ മേഖലയിലേക്കും അതുപോലെ തന്നെ അമേരിക്കൻ്റെ പടക്കപ്പലിൻ്റെ മേലേക്കും അമേരിക്കൻ എബ്രഹാം ലിങ്കൻ ഏത് സമയം എന്ന് പറയാൻ പറ്റും. അസമയത്തുള്ള പൊക്കിട്ടെന്ന് പറയുന്നത് ഒരു സമയം ഇറാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഞങ്ങൾ അതിലേക്ക് മെനക്കെട്ടിട്ടില്ല പറയുന്നത്. അതിലേക്ക് ഞങ്ങൾ എന്താ അറിയോ ഒന്ന് കടന്നിട്ടില്ല. ചെറിയ രൂപത്തിൽ എന്താ പറയുക, ഇപ്പം ഇസ്രായേലിലേക്ക് ആദ്യം ലോക്കൽ മിസൈൽ ഇട്ടുന്ന പോലെ ചെറിയ രൂപത്തിൽ നിന്ന് ആക്രമിച്ച് ഇതാക്കിയത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അത് തകർക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ പോകുന്നതിനിടയ്ക്ക് അത് സംഭവിക്കുന്ന പറഞ്ഞത്. അതുകൂടി ആയിട്ട് പോയാൽ സത്യം പറയുകയാണെന്താ പറയുക, ട്രംപ് എന്താ പറയുക, ശരിക്കും അങ്ങോട്ട് പോകേണ്ടി വരില്ല, അമേരിക്കയ്ക്ക് പോകേണ്ടി വരില്ല. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഏതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടല്ലോ അത് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് പരസ്യം കാര്യങ്ങളൊന്നുമില്ലല്ലോ, നല്ലോണം വീഡിയോ കാണാം, ഒരു കുഴപ്പമില്ല. നമുക്ക് പൈസ ഒന്നും വേണ്ട, പൈസയുടെ കാര്യം നമുക്ക് വേണ്ട. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാം. അതല്ലാതെ നമുക്കൊരു സംഗതിയില്ല. നമുക്ക് പൈസയും പണ്ടും കാണും നമുക്ക് ആവശ്യമില്ല. പറയണം, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് യൂട്യൂബ് അടിച്ചു പോകണം, പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ പരാതില്ല, പരിഭവം ഒന്നുമില്ല. ഈ യൂട്യൂബ് വേറെ യൂട്യൂബ് അല്ല വേറെ ഫേസ്ബുക്ക്, അതൊന്നും നമ്മളെ സംബന്ധിച്ച വിഷയങ്ങൾ കാര്യമല്ല. പറയേണ്ട സംഗതി പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ നമ്മൾക്കുണ്ടാകും പോലെ ഞങ്ങൾ പറഞ്ഞു തരും. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് മറക്കണം. താങ്ക് യു വെരി മച്ച്.